എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ഈ പറമ്പിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് കണ്ടാൽ നമുക്ക് ഇതൊരു താമസം ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലാകത്തേയില്ല. അതായത് കാട് പിടിച്ചൊക്കെ ഈ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങൾ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ കാടൊക്കെ പിടിച്ച് കാട് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ കുറേശ്ശെ മഞ്ഞളൊക്കെ ഇരുന്നത് വെറുതെ നട്ടതാണ് നേരത്തെ. അപ്പോൾ ഇവിടെ ഇഞ്ചി നട്ടിരുന്നൊരു പണിയായിരുന്നു. അപ്പോൾ ഇഞ്ചിയൊക്കെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടി എടുത്തതിന് ശേഷം അതൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇപ്പം മഞ്ഞൾ നട്ടേക്കാണ്. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, അതായത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം വൃത്തിയാക്കിയ സ്ഥലങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വൃത്തിയാക്കിയത്, ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ കടന്നിരുന്നതാണ്, കാട് പിടിച്ച് കടന്നിരുന്നതാണ്. ഞാൻ കാണിക്കാം കുറേ സ്ഥലം. അപ്പോൾ ഇതാണ് കുറച്ച് കാട് പിടിച്ച് ഇപ്പോൾ കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു വഴിയാണ്, വഴി ഉണ്ടാക്കിയിട്ടേക്കാണ്. കാരണം ഇച്ചിരി കൂടെ ഇതിനെക്കാട്ടി കാട് പിടിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങളെയൊന്ന് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഫോറസ്റ്റ് ആണോ എന്നൊന്നും ചോദിക്കരുത്. ഇത് ഫോറസ്റ്റ് ഒന്നുമല്ല, അപ്പുറത്ത് വയലാണ്. അതെ, വയലിലൊക്കെ ചീനി നട്ടേക്കാണ്. എന്താ അടിപൊളിയാണല്ലേ. അവിടെയൊക്കെ മൊത്തം തെങ്ങുകളൊക്കെ നട്ട് വയലുകളായിരുന്നു. ഇവിടെയൊക്കെ നെൽകൃഷിയാണ്. ഇപ്പം വാഴ കൃഷിയും ചീനി കൃഷിയൊക്കെയാണ്, ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥലം തന്നെയാണ്, ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഇതൊരു അതായത് കുടംപുള്ളിയുടെ തൈയാണ്. ഇങ്ങനെ വർഷങ്ങളായിട്ട് കിളിച്ച് വരും. ആൾക്കാർ ഇവിടെ ആടിന് തോലൊടിക്കാനൊക്കെ കയറുമ്പം അതവർ കണ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ കിളിച്ച് വീണ്ടും കിളിച്ചതിപ്പം വർഷങ്ങളായി. ഇത് ആദ്യം നട്ടതല്ല, കുരുവിട്ടതാണ്. കുരുവിട്ട സമയത്തായിരുന്നെങ്കിൽ ഇതെപ്പോൾ എന്നെ കായ്ച്ചേനെ. ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടി വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് വാഴയാണ്. അപ്പോൾ വാഴയൊക്കെ നമുക്ക് കിളിച്ച് വരുമ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു വാഴ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തെങ്ങൊക്കെ നടാനാണ്, കണ്ടില്ലേ. ഫോറസ്റ്റ് പോലെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ കിടന്ന ഫോറസ്റ്റിൻ്റെ ഒരു മേക്ക് ഓവർ, അതായത് വൃത്തിയാക്കി വയ്ക്കുന്നത് കാണാം. അപ്പോൾ അവിടെയും വാഴയൊക്കെ നടാനാണ്, മഴയായതുകൊണ്ട് നടാൻ പറ്റിയില്ല, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ കുറേ മരങ്ങളൊക്കെ മുറിച്ചായിരുന്നു. മരങ്ങളൊക്കെ മുറിച്ച് അതിൻ്റെ കുറ്റികളൊക്കെ കിളിച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് സപ്ലൈ വരുന്നത്, കണ്ടില്ലേ. ഇവിടുന്ന് വയലിൽ കൂടെയാണ്, ഒത്തിരി ദൂരമുണ്ട്. ഏകദേശം 8-9 പോസ്റ്റാണ് ഇതിനകത്തുള്ളത്. ഇത് 10ാമത്തെ പോസ്റ്റാണ് ഈ കാണുന്നത്. ഇതൊരു സൈഡിൽ കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് വേണം. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ വൃത്തിയാക്കി, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ 1-2 തെങ്ങ് നടണം, കണ്ടില്ലേ. ഇതൊന്നും കണ്ടിട്ട് ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പുറത്തെ വീട്ടിലെയാണ്. അപ്പോൾ ഇതിലേക്കൂടെയൊക്കെ ഇവിടെയൊക്കെ ഇനി വാഴയൊക്കെ നടാനാണ്. അപ്പോൾ വാഴയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടെ വരികയും വൃത്തിയൊക്കെ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് അങ്ങ് കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ. ഇവിടെ കണ്ടില്ലേ, അപ്പുറത്തെ താഴെ വയലാണ്, അല്ലേ. എന്ത് രസമുണ്ടല്ലേ, അടിപൊളി. അപ്പോൾ നമുക്കിതിൻ്റെ പുതിയ മേക്ക് ഓവർ വീഡിയോ ആയിട്ടൊക്കെ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ പുറകാലെ അറിയിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല, ഇവിടെയൊക്കെ ഇത്രയും കാടായിട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കുക. ഓക്കെ, താങ്ക് യു.